തത് തേ പ്രത്യഘ്രധാരാധരലളിതകളാലയാവലി കേളീകാരം ലാവണ്യൈസൈകസാരം സുഹൃദ്ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹമന്തസിഞ്ചത് സഞ്ചിന്തകാനാംബുർ അനുകലയേ മാരുതാകാരനാഥ. അല്ലയോ ഗുരുവായൂരപ്പ, പുതുമഴക്കാറുപോലെ മനോഹരമായ കായാമ്പൂവർണ്ണനായ സൗന്ദര്യത്തിൻ്റെ സാരസർവസ്വമായ സുഹൃതികളുടെ കണ്ണുകൾക്ക് പൂർണ്ണമായി അവതരിച്ച പുണ്യപൂരകമായ ലക്ഷ്മീ ഭഗവതിയുടെ കേളീരംഗമായി ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ അമൃതധാരയൊഴുക്കുന്ന അങ്ങയുടെ ആ കമനീയമായ മംഗളവിഗ്രഹത്തെ ഞാൻ സദാ ധ്യാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഭഗവാന്റെ കമനീയ വിഗ്രഹത്തെപ്പറ്റി എത്ര പറഞ്ഞാലും മേൽപ്പത്തൂരിന് മതിയാകുന്നില്ല എന്നാണ് ഈ ശ്ലോകം തെളിയിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ശ്രീകൃഷ്ണ ഭക്തൻ്റെ മനസ്സ്. അവിടുത്തെ എത്ര വർണ്ണിച്ചാലും, ഏതൊക്കെ രീതിയിൽ വർണ്ണിച്ചാലും പിന്നെയും പിന്നെയും വർണ്ണിക്കുവാൻ തന്നെ ഉണ്ട് താനും. ശ്രീകൃഷ്ണൻ്റെ നിറത്തിനെ മഴമേഘത്തോടും കായാമ്പൂ വർണ്ണത്തോടുമാണ് ഉപമിക്കുന്നത്. ലോകത്തിലെ സർവ സൗന്ദര്യത്തിൻ്റെയും സാരമാണ് കൃഷ്ണൻ. അദ്ദേഹത്തെ പോലെ സൗന്ദര്യമുള്ള മറ്റൊരു വസ്തുവുമില്ല. ഗുരുവായൂരപ്പൻ്റെ ദർശനം സുഹൃതികൾക്ക് പുണ്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ലക്ഷ്മീദേവി കേളീരംഗമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി ആ ഭഗവാനിൽ സദാ രമിച്ചു കഴിയുന്നു. ഭഗവാനെ ധ്യാനിച്ച് കഴിയുന്നവർക്ക് അദ്ദേഹം പരമാനന്ദം പ്രദാനം ചെയ്യുന്നു. എത്രയെത്ര കാമുനിമാർ, 10,008 ഭാര്യമാരുണ്ട് എന്ന് പറയുന്നു. ഭഗവാനെ അത്രയും പേര് പ്രണയിക്കുന്നു. അതല്ല, കോടാനുകോടി ജനങ്ങൾ പ്രണയിക്കുന്നു. പ്രണയം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു വികാരം തന്നെയാണ്. ഇത്ര വിശിഷ്ടനായ ശ്രേഷ്ഠനായ ഗുരുവായൂരപ്പനെയാണ് മേൽപ്പത്തൂർ രോഗ നിവാരണത്തിനായി ധ്യാനിച്ചത്. ഭഗവാന് വേണ്ടി, അല്ലെ ഭഗവാനോട് യാചിക്കുവാൻ അദ്ദേഹത്തിന് മറ്റൊന്നുമില്ല. എൻ്റെ രോഗദുരിതം മാറ്റണമേ എന്നത് മാത്രമാണ് പ്രാർത്ഥന. അതിനുവേണ്ടിയാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്, ഭഗവാനെ ധ്യാനിക്കുന്നത്. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവർക്കും നന്മ മാത്രമേ വരികയുള്ളൂ. ഓം നമോ നാരായണായ.